ഇന്ധന കുടിശ്ശികയെ തുടർന്ന് നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനം കട്ടപ്പുറത്ത്. കുടിശ്ശിക പൂർണ്ണമായി അടച്ചതിനു ശേഷം മാത്രമേ ഇനി ഔദ്യോഗിക വാഹനം ഉപയോഗിക്കൂ എന്ന് ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്. 1.89 ലക്ഷം രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ അടക്കാനുള്ളത്. തിങ്കളാഴ്ച നടന്ന നഗരസഭാ ബോർഡ് യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ കൂമഞ്ചേരി ഷൌക്കത്ത് അലിയാണ് വിഷയം യോഗത്തിൽ ഉന്നയിച്ചത്. ഇന്ധന കുടിശ്ശിക ഉദ്യോഗസ്ഥരോട് ചെയർപേഴ്സൺ വിശദീകരണം തേടി. 1.89 ലക്ഷം രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ അടക്കാനുള്ളത്. ഇത് സംബന്ധിച്ച ഫയൽ ക്ലിയറായി പണമടക്കാനാണ് നിർദ്ദേശം നൽകിയത്. പണമടച്ച ശേഷം മാത്രമായിരിക്കും നഗരസഭാ ചെയർപേഴ്സൺ ഔദ്യോഗിക വാഹനമായ ഇന്നോവ കാർ ഉപയോഗിക്കുക. ഇന്ധന കുടിശ്ശികയുമായി ബന്ധപ്പെട്ട ഫയലിൽ ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടായതായും യോഗത്തിൽ വിമർശനമുണ്ടായി. ഒരേ ദിവസം ഒന്നിൽ കൂടുതൽ തവണ ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനമായ ഇന്നോവ കാറിന് ഇന്ധനമടിച്ചതായും രേഖകൾ വ്യക്തമാക്കുന്നു. ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടിയില്ലാതെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പ്രതിരോധത്തിലായി. സെക്രട്ടറി, സൂപ്രണ്ട് എന്നിവർ അവധിയായതിനാൽ ഇന്ന് മറ്റുദ്യോഗസ്ഥരാണ് മറുപടി നൽകിയത്. കഴിഞ്ഞ നവംബർ, ഡിസംബർ മാസങ്ങളിൽ നഗരസഭാ ചെയർപേഴ്സന്റെ വാഹനത്തിന് ഇന്ധനമടിച്ച വകയിൽ പെട്രോൾ പമ്പിൽ കുടിശ്ശിക വരുത്തിയതോടെയാണ് ഇന്ധനമില്ലാതെ വാഹനം പുറത്തിറക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയത്. കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്ത് കുടിശ്ശികയെ തുടർന്നാണ് പുതിയ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥിന് പൊതുപരിപാടികൾക്കുൾപ്പെടെ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാനാവാതെ ഓട്ടോറിക്ഷയിൽ സ്വന്തം ചിലവിൽ യാത്ര ചെയ്യേണ്ട സാഹചര്യമുണ്ടായത്. കുടിശ്ശികയിൽ 38,000 രൂപയുടെ ചെക്ക് പമ്പുടമയ്ക്ക് കൈമാറിയതായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ബോർഡ് യോഗത്തിൽ അറിയിച്ചു. കുടിശ്ശിക ഉടനടച്ച് ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനം പുറത്തിറക്കാനും നടപടിയുണ്ടാവും. ഇന്ധന കുടിശ്ശികയെ തുടർന്ന് ഔദ്യോഗിക വാഹനമായ ഇന്നോവ കാറിന് പകരം നഗരസഭാ ചെയർപേഴ്സൺ ഔദ്യോഗിക പരിപാടികൾക്ക് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കേണ്ടി വന്ന അവസ്ഥ ഗൗരവമേറിയതാണെന്ന് വിഷയം അവതരിപ്പിച്ച വൈസ് ചെയർമാൻ കൂമഞ്ചേരി ഷൌക്കത്ത് അലി, ഷെഫീഖ് മണലൂടി, ഫ്രാൻസിസ് അമ്പലത്തിങ്ങൽ തുടങ്ങിയ UDF കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടി. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.